ഇന്നത്തെ വിധികൾ എന്ന് പറഞ്ഞാൽ എടക്കര പോലീസ് ചാർജ് ചെയ്തൊരു കേസാണ്. ആ കേസിൽ തൊട്ടടുത്ത് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 7 വയസ്സ് പ്രായപൂർത്തിയാക്കാത്ത കുട്ടിയെ അടുത്ത ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അയാളെ കൂട്ടിക്കൊണ്ടുപോയി അന്തർപ്രവേശിത ലൈംഗിക 370 അൺനാച്ചുറൽ ഒഫൻസും അതിനകത്ത് വരുന്നുണ്ട്. ആൺകുട്ടിയാണ് അതിനകത്ത് വിക്ടിം, സർവൈവർ ആൺകുട്ടിയാണ്. അവരെ മൊബൈൽ ഫോണിൽ ബ്ലൂ ഫിലിം കാണിച്ച് കൊടുത്ത് ആ കുട്ടിയെ മോശമായ രീതിയിൽ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ആ കേസ്. മൊത്തം 37 വർഷം ആണ് ശിക്ഷിച്ചിരിക്കുന്നത്. പല വകുപ്പുകളിലായിട്ട് 37 വർഷം. അത് കഠിന തടവുകളാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് 40,000 രൂപ വിക്ടിമിന് കൊടുക്കാനും വേണ്ടിയിട്ട് ഫൈൻ എമൗണ്ടും പറഞ്ഞിട്ടുണ്ട്. ആ ഫൈൻ അടച്ചാൽ ആ കുട്ടിക്ക് കൊടുക്കാനും, ഇല്ലെങ്കിൽ അതിന് 4 മാസം എത്ര മാസം അതല്ല കുട്ടിക്ക് ഫൈൻ എമൗണ്ട് കുട്ടിക്ക് കൊടുക്കാനും 40,000 രൂപ ഫൈൻ എമൗണ്ട് കുട്ടിക്ക് കൊടുക്കാനും. അതുപോലെ തന്നെ കോടതിയുടെ വിധിയുണ്ട്, ഈ കുട്ടിക്ക് വിക്ടിം കോമ്പൻസേഷന് വേണ്ടി DLS ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാനും കോമ്പൻസേഷൻ കൊടുക്കാനും വേണ്ടിയിട്ട് ആണ് അത് പറഞ്ഞത്. സത്യം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഈ പ്രതി ഇത് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ്. ഈ 37 വർഷം എന്ന് പറഞ്ഞാൽ കഠിന തടവ് അർഹിക്കുന്ന ശിക്ഷയാണ്. അതിന് 7 വയസ്സ് മാത്രം പ്രായമായ ഒരു കുട്ടിയാണ് ഇങ്ങനെ സെക്ഷലി അസോൾട്ട് ചെയ്ത് അബ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഒരു ചെറിയ അനിയത്തിക്കുട്ടിയെയും ഇതുപോലെ തന്നെ ഇതിനു മുൻപ് തന്നെ ഇതുപോലെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്ന് പറഞ്ഞ് അതിനും ഇയാളെ കൺവിക്റ്റ് ചെയ്ത ഒരു അക്യൂസ്ഡ് തന്നെയാണ്. അപ്പോൾ അയാള് ശരിക്കും ഈ വീട്ടിലെ കുട്ടിയുമായിട്ട് വീട്ടുകാരുമായി അടുത്ത ബന്ധമുണ്ട്. ആ ബന്ധം മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇയാൾ ഈ മോശമായ രീതിയിൽ കുട്ടിയോട് പെരുമാറിയത്. സത്യത്തിൽ ഇത് സമൂഹത്തിനൊരു മെസ്സേജാണ്. ഇതുപോലെയുള്ള കൊച്ചുകുട്ടികളോടൊക്കെ മോശമായി പെരുമാറിയാൽ നല്ല നിലയ്ക്കുള്ള ശിക്ഷ കിട്ടുമെന്നുള്ള മെസ്സേജാണ്. ഏതായാലും നമ്മളുടെ ഈ കോടതി വന്നതിന് ശേഷം തന്നെ ഇവിടെ വളരെയധികം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ പോലീസും അതുപോലെ തന്നെ ഇവിടെ കോടതികളിൽ നിന്നുള്ള ശിക്ഷാവിധികൾ വെച്ച് തന്നെ ഇവിടെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ അറിയാപ്പോൾ വളരെയധികം കുറവാണ്. ഈ സമൂഹത്തിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും ഇത് മോശമായ ഒരു കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ ശിക്ഷകൾ സമൂഹത്തിലും ജനങ്ങളുടെ ഉള്ളിലേക്കും എത്തിക്കുന്ന ഒരു അവയർനെസ് ഉണ്ട്. അതുപോലെ തന്നെ അവയർ ക്ലാസ്സുകൾ തന്നെ പോലീസിന്റെ നേതൃത്വത്തിലായാലും പ്രോസിക്യൂഷന്റെ അവയർനെസ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ ജുഡീഷ്യൽ അധികാര പരിധിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ വളരെയധികം കുറവാണ് എന്നുള്ളത് അതൊരു സന്തോഷകരമാണ്. ആ വിധിയും സമൂഹത്തിന് അതുപോലെ തന്നെ ഈ വിധികളൊക്കെ തന്നെ ഇത്രമാത്രം ഹീനമായ കുറ്റകൃത്യത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ഇതേ മാനസികാവസ്ഥയുള്ള ഇതേ ക്രിമിനൽ മൈൻഡായിട്ട് ആൾക്കാർക്ക് ഒരു പാഠമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്.